അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയമായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ടെൻ്റ് അടിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം തന്നു. അപ്പോൾ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. ഉറങ്ങുമല്ല, അവിടെ ഇപ്പം ഞാൻ ഇതുവഴി എല്ലാം ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവന്നതാണ്. സൂര്യാസ്തമയമൊക്കെ ഞങ്ങൾ കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നിവിടെയാണ് ടെൻ്റ് അടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടലിൽ നമ്മൾ ഇന്നിവിടെ കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ദേശീയ പതാകയൊന്ന് മാറ്റി. കാരണം ഇപ്പം അടുത്ത സംസ്ഥാനമായപ്പോൾ ഒരു വലിയ പതാക തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പതാക, അത് കാരണം നമ്മുടെ ഇനി ചെറിയ പതാകയില്ല, വലിയ പതാക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു പതാക സൈക്കിളിൻ്റെ പുറകിൽ ഞാൻ സെറ്റാക്കി. ഈ ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്നത്. ചൗധരി ഹൈവേ ധാബ. അപ്പോൾ അവിടെയാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. ഇതുണ്ടോ ഹോട്ടലിൻ്റെ ഉള്ളിലൂടെയുള്ള നമ്മുടെ സൂര്യത്തെ അസ്തമയം കണ്ടോ, മനോഹരമല്ലേ? അപ്പോൾ ചാച്ചയൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. ഇവിടെ കുറേ ചാച്ചമാരുണ്ടായിരുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയതാണ്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതൽ തിരക്കാകുന്നത്. ഈ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ വണ്ടികൾ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഹൈവേ 62. നമ്മൾ ഉദയപൂരിനുള്ള യാത്രയിലാണ്. ഈ കാണുന്നത് മുഴുവൻ കൃഷിസ്ഥലങ്ങളാണ്. എല്ലാം വേലി കെട്ടി തിരിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഗോതമ്പ് കൃഷി കഴിഞ്ഞ പാടത്ത് അവർ പുതിയ കൃഷികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. 2 സൈഡും കൃഷിസ്ഥലമാണ് കേട്ടോ. ഇത് വെള്ളം പോകുന്ന പൈപ്പാണ്. ഇത് ആ ഒരു ഭാഗത്തുനിന്ന് കനാല് പോകുന്നുണ്ട്. ആ കാണുന്ന ഭാഗത്തൂടെ അവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് ഈ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉദയപൂർ സൈഡിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ മനോഹര കാഴ്ചകളാണ്. കുറച്ച് വേനൽക്കാലമായി തുടങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഇവിടെ സാധാരണ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. അതിനു മുൻപ് ഗോതമ്പ് കൃഷിയായിരുന്നു. പ്രധാനമായിട്ടും ഇവിടെ ഗോതമ്പ് കൃഷിയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ ചോളത്തിൻ്റെ കൃഷിയുണ്ട്. അങ്ങനെ നമ്മൾ രാജസ്ഥാനിൽ ഗുജറാത്തിൽ കണ്ട അതേ രീതിയിലുള്ള കൃഷി രീതികളാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ അങ്ങകലെയൊക്കെ ഓരോ മലനിരകൾ കാണാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഉദയപൂരിലേക്ക് ഉള്ള യാത്രയിൽ ഇന്ന് രാവിലെ നമ്മൾ ജോധ്പൂർ സൈഡിലേക്ക് പോകാനും ഉദയപൂർ സൈഡിലേക്ക് പോകാനും ഇവിടെ ഹൈവേയിൽ നിന്ന് 2ആയിട്ട് തിരിയുകയാണ് ചെയ്യുന്നത്. 62 കൂടെ പോയി കഴിഞ്ഞാൽ ജോധ്പൂർ പോകാം. ഇത് 162ആണ്. 162 കൂടെ പോയാൽ ഉദയപൂർക്ക് പോകാം. അപ്പോൾ നമ്മൾ ഉദയപൂർ സൈഡിലേക്ക് നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞ് നല്ല ഉറക്കമാണ്, നല്ല തണുത്ത കാറ്റുണ്ട്. ഒരു ആര്യവേപ്പ്, എന്നും നമുക്ക് ആര്യവേപ്പാണ് തണൽ ചെയ്യുന്നത്. ഇന്നും നമുക്ക് ഒരു ആര്യവേപ്പ് തണൽ തന്നിട്ടുണ്ട്. അപ്പോൾ 2 ആര്യവേപ്പുണ്ട്. എല്ലാം ഇവിടെ ഈ തളിർക്കാൻ വേണ്ടി മഴക്കാലം കഴിയുമ്പോൾ വെട്ടിവിടും. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം പറന്ന് നിൽക്കുന്ന ഒരു രീതിയല്ല. ഇവിടെ എല്ലായിടത്തും കണ്ടത് അങ്ങനെ തന്നെയാണ്. എല്ലാം വെട്ടി അത് അവർ കൃഷി ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് ആര്യവേപ്പിൻ്റെ ഇലകൾ അങ്ങോട്ട് കൃഷിസ്ഥലത്തേക്ക് ഇടും. അപ്പോൾ അതിൻ്റെ അകത്തെ കീടങ്ങൾ കുറയാനുള്ള ഒരു സാധ്യതയുണ്ടാവും. പിന്നെ കൂടുതലും ഇവിടെ ജൈവകൃഷിയാണ് കേട്ടോ. അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ശരി, നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. നല്ല ചൂടാണ്, പൊള്ളിപ്പോകുന്ന ചൂടാണ്. അതുകൊണ്ട് കുറച്ച് നല്ല കാറ്റുണ്ട്. നമുക്ക് പോകേണ്ട ദിശയിലേക്ക് തന്നെയാണ് കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞി നല്ല ഉറക്കത്തിലാണ്. അവൾക്ക് ഞാൻ ആ തുണിയിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. കൂളായി കിടക്കുന്ന പോലെ പെണ്ണ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലാഗ് മാറ്റിയതുകൊണ്ട്, അത് വലിയ ഫ്ലാഗ് ആയതുകൊണ്ട് ഇപ്പോൾ കാറ്റടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സുഖമാണ്. അപ്പോൾ യാത്ര കുറച്ചുകൂടെ നമ്മുടെ ഫ്ലാഗ് കാരണം യാത്ര കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഉദയപൂരിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ച ഉണ്ടോ, നിറയെ ഒട്ടകങ്ങൾ കേട്ടോ.
വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. അതോടൊപ്പം തന്നെ അവർ തീറ്റ തിന്നുകയാണ്. കുറേ പേരുണ്ട്. ഇതിൻ്റെ വഴി കൂടിയൊക്കെ നടക്കുന്നുണ്ട് ഒരാൾ. ഈ വഴി കൂടെ ഞാൻ വരുമ്പോഴാണ് ഇവരെ കണ്ടത്. വഴി കൂടി ഒരാൾ നടക്കുന്നു. അപ്പോഴത്തെ വണ്ടിക്കാരൊക്കെ വളരെ സൂക്ഷിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരവിടെ ആ തൊട്ടിയിൽ വെള്ളം കുടിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പശുക്കൾക്കും ഒട്ടകങ്ങൾക്കും ഒക്കെ കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തെ ഒട്ടകങ്ങളുടെ ഒരു കാഴ്ചയിലൂടെ നമ്മൾ കച്ച് ബുച്ച് ജില്ലയിൽ കണ്ടതാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒട്ടകങ്ങളെ കാണുന്നത്. ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ പരിചയം കിട്ടിയിട്ടുണ്ട്. അവരുടെ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തെ ഒട്ടക കാഴ്ചകളിലൂടെ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ കല്യാണത്തിൻ്റെ സീസണാണ് കേട്ടോ. സൂര്യനൊക്കെ അസ്തമിക്കാറായി. അതുകൊണ്ട് കല്യാണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ധാരാളം DJ വണ്ടികളും കല്യാണ പരിപാടികളുമാണ്. ഇനി 3-4 ദിവസത്തേക്ക് കല്യാണ പരിപാടികൾ തന്നെയാണ്. അപ്പോഴത്തെ ഇതൊക്കെ കല്യാണത്തിന് പോകുന്ന ഈ കൂളറുകളാണ്. കല്യാണത്തിന് പാർട്ടിക്ക് കൊണ്ടുപോകുന്ന കൂളറുകളാണ് ആ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടക കാഴ്ചകളിൽ നിന്നും പതിയെ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും യാത്ര തുടങ്ങി. കണ്ട ഒരുത്തൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. ശിരോഹിയിൽ വന്നിട്ട് ശിരോഹി ആടുകളെ കണ്ടില്ലെന്ന് പറയല്ലോ കേട്ടോ. ഈ പോകുന്നതാണ് ശിരോഹി ആടുകൾ. ഇതുണ്ടോ, ആ ബ്രൗൺ കളറിൽ പുള്ളികളുള്ള ആടുകളാണ് ശിരോഹി ആടുകൾ. അവർ കൂട്ടമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, അതിൽ ബ്ലാക്കിൻ്റെ കളറുണ്ട്, മറ്റ് കളറുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇവരാണ് ശിരോഹി ആടുകൾ. ആ പോകുന്ന സുന്ദരി ആടിനെ കണ്ടു. ശിരോഹികളാണ് ഇതിൽ കൂടുതലുള്ളത്. ഈ കൂട്ടമായിട്ട് പോകുന്ന ശിരോഹികൾ കണ്ടത് കണ്ടോ. ബ്രൗണിൽ വൈറ്റ് കളറ്, പിന്നെ ബ്ലാക്കിൽ ഒരു ഗ്രേ കളറ്, ഇതൊക്കെയാണ് അവരുടെ ഇത്. അവർ കൂട്ടമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ശിരോഹിയുടെ കുഞ്ഞാണ് വേണ്ടി പോകുന്നത്. തുള്ളിച്ചാടി പോകുന്നു. അപ്പോൾ ആട്ടുംകൂട്ടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല കാഴ്ചയാണ്. ഇതാണ് ഇവരുടെ വേഷവിധാനം. ഇതാണ് അവരുടെ വേഷവിധാനം. ശിരോഹിയുടെ ക്രോസാണ് ആ കയറി വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ സൂം ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അകലെയാണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ അവർ ഈ വഴി സൈഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആശാപുരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്, ഉദയ്പൂർ സൈഡ്. അപ്പോൾ NH67 നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാണ് NH67. നമുക്ക് ഇന്ന് ചെറിയ രീതിയിൽ ടയറൊന്ന് പഞ്ചറായി. അതുകൊണ്ട് നമ്മൾ രാംപൂരിൽ വെച്ചിട്ട് ആ പോലീസ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വെച്ചാണ് ടയർ പഞ്ചറായത്. അപ്പോൾ പോലീസുകാരൊക്കെ വന്ന് നമ്മളോട് പറഞ്ഞു, കോയി മുഷ്കിൽ നെയ്യേ ഭായി, പോലീസ് സ്റ്റേഷൻ കാ അന്തർ ഗാഡി രക്കോ എന്നും പറഞ്ഞുകൊണ്ട് അവർ വന്ന് സഹായിച്ച്. അതോടൊപ്പം തന്നെ അപ്പുറത്തൊരു ഒരു പഞ്ചർ കടയുണ്ടായിരുന്നു. അവരെ വിളിച്ചിട്ട് പോലീസുകാർ പറഞ്ഞ് അവരോട് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ സാധനങ്ങളെല്ലാം ഇറക്കി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. കാരണം നല്ല ചൂടായിരുന്നു, ഉച്ച നേരമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ഇതായി. അത് കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു പോലീസുകാർ. അത് കഴിഞ്ഞാണ് നമ്മളിങ്ങോട്ട് യാത്ര ചെയ്തത്. അങ്ങനെ നമ്മൾ ചവിട്ടി വരുമ്പോൾ ഞാൻ ആശാപുരം വരെ, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്, ആശാപുരം വരെ എത്താമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോഴാണ് HP പെട്രോൾ പമ്പ് 500 മീറ്ററിനുണ്ടെന്ന് കണ്ടത്. അപ്പോൾ ഭായിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, आपका नाम क्या है? मेरा नाम नरेंद्र सिंह है. नरेंद्र सिंह. हाँ जी. हाँ. अब दूसरा भाई उसका नाम? उनका नाम रंजीत सिंह है. रंजीत सिंह है. ये नाडोल के अंदर आया हुआ है. अच्छा. HP पेट्रोल पंप. अच्छा. തിരുപ്പതി ഫില്ലിംഗ് സ്റ്റേഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ഇതുണ്ടോ, ഞാൻ ഷീറ്റ് എടുത്ത് വെളിയിലോട്ടിട്ട് ഇനിയിപ്പം ടെൻ്റൊക്കെ സെറ്റാക്കിയിട്ട് കുഞ്ഞിക്ക് കിടക്കാൻ സമയമായി. കാരണം ഇന്ന് അവൾ ഇച്ചിരി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ബോക്സൊക്കെ എടുത്ത് വെളിയിൽ ഇറക്കി വെച്ചിരുന്നതുകൊണ്ട് അവൾക്ക് ചെറിയൊരു കഷ്ടപ്പാട് വന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് ഇത് മരങ്ങൾ വരുന്ന സ്ഥലത്ത് അവളെ സെറ്റ് ചെയ്താണ് ഞാൻ യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ താമസിച്ചാണ് ഇന്ന് ഇവിടെ എത്തിയത്. ഇരുട്ടിക്കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു
ഒരു 6 കിലോമീറ്ററോളം ഞാൻ ഇരുട്ടിക്കഴിഞ്ഞ് ചവിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്നിട്ട് നാളെ രാവിലെ ഇവിടുന്ന് ആശാപുര ആ ക്ഷേത്രവും കണ്ട് നമ്മൾ മുമ്പോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ ടെൻറ്റിങ് ഇവിടെ HP പെട്രോൾ പമ്പ്. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച ആ HP പെട്രോൾ പമ്പിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇങ്ങ് പോന്നു. ഇത് നാടോളം എന്നുള്ള സ്ഥലമാണ്. ഇവിടുത്തെ പ്രധാന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ദേവീക്ഷേത്രമാണ്. അതിൻ്റെ ഒരു കമാനത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ആ ദേവീക്ഷേത്രം. അപ്പോൾ ദേവീക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണിത്. അതിൻ്റെ മനോഹരമായ മാർബിൾ കമാനമാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആശാപുര മാതാജി പാട്സ്ഥാൻ നഡോൾ. അപ്പോൾ ഇതിൻ്റെ എൻട്രി പോയിൻ്റാണിത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിൽ പോയാലേ ഉള്ളൂ നമുക്ക് ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല. ഇത് നല്ല തിരക്കുള്ള ദിവസമാണ്. കാരണം അകത്തെല്ലാം വണ്ടി പാർക്കിങ് കഴിഞ്ഞ് വെളിയിൽ പാർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ധാരാളം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ധാരാളം സ്ഥലത്ത് ഈ ഹോട്ടലുകൾ കണ്ടു. ആശാപുര ഹോട്ടലിൽ നിന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ദേവീക്ഷേത്രങ്ങളുടെ ഒരു ഇതൊക്കെ കാണുകയുണ്ടായി, ചെറിയ ചെറിയ ദേവീക്ഷേത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ മെയിൻ സ്ഥാനം ഇതാണ് ആശാപുര മാതാജി മന്ദിർ. ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്രാമം തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരു ചെറിയ നദിയുടെ കരയിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതേ കുഞ്ഞി സൈക്കിൾ ഇവിടെ ഇരിക്കുവാണ്. ചൂട് കൂടുന്നതിന് മുമ്പ് കുറച്ച് ദൂരം കൂടി ചവിട്ടി പോയിട്ട് എവിടെയെല്ലാം റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതേ കുഞ്ഞി ഉറക്കത്തിലോട്ട് പോയി. അവൾക്ക് പാലൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയെ ഒരു 135 കിലോമീറ്ററൂടെ പോയാൽ നമുക്ക് ഉദയപൂരെത്താം. അതിനിടയിൽ ചില ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.